എന്റെ ഗ്രൂപ്പ് ഇവിടെയുണ്ട്. അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് പാതാളത്തിലേക്ക് ഞാൻ എന്റെ ദണ്ഡഗോപുരത്തിലായിരിക്കുമ്പോൾ, ദണ്ഡഗോപുരം എന്ന് പറയുന്നു, നാം ദണ്ഡഗോപുരത്തിൽ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദണ്ഡവിദഗ്ധൻ അങ്ങോട്ട് കമ്പിയില്ല കമ്പി നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കണം. എന്താണ് നമ്മുടെ ആളോട് ചോദിച്ചു, അയാൾ വായിച്ചു, ഇങ്ങനെ ഇന്ന ദിവസം ഓണാഘോഷം നടത്തുന്ന വയസ്സന്മാരെന്ന് പറഞ്ഞു. എന്ത് വയസ്സന്മാർ ഓണാഘോഷിക്കുക, അത് ശരിയാവോ എന്ന് നമ്മൾ എന്തായാലും ഈ വയസ്സന്മാരല്ല എന്നുള്ളത് ഇപ്പോ ഇവിടെ വന്നപ്പോ സംഗതി മനസ്സിലായി. സുന്ദരന്മാരായിട്ടുള്ള പ്രജകൾ, സുന്ദരികളായിട്ടുള്ള അങ്കനമാർ, ആഹാ എന്താ ഒരു ഇരിപ്പ്. അങ്കനമാരുടെ വസ്ത്രവിധാനമൊക്കെ മാവേലിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കണോ കേട്ടോ. ഈ വക കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ സമൃദ്ധി വേണം, ഐശ്വര്യം വേണം, എല്ലാം ഉണ്ടാവണം. കുറെ അങ്കനമാര് അങ്ങോട്ട് പോയി, അവർക്കെന്തോ മാവേലിനെ ആദരിക്കേണ്ടെന്നാണ്. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, നോം പാതാളത്തിൽ നിന്ന് ഒരു വർഷം നീണ്ട താമസത്തിലാണ് ഗ്രൂപ്പെ കിരീടം ഇളകിയ. അപ്പോ പാതാളത്തിൽ ഒരു വർഷത്തിൽ ഒരിക്കല അല്ലേ? ഹലോ, ആകെ മാവേലിക്ക് ഒരു വർഷത്തിൽ ഒരിക്കലേ പ്രജകളെ കാണാൻ അനുഭവമുണ്ട്. ആയതുകൊണ്ട് മാവേലിയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ കുറെ പേര് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് മാവേലിക്ക് സങ്കടം തന്നെ. എന്നിരുന്നാലും മാവേലിക്ക് ചില സന്തോഷങ്ങളും ഒക്കെ ഉണ്ട്. കിരീടം നേരാക്കി. അപ്പോ അങ്ങനെ കിരീടം എടുത്തു മാറ്റരുത്. അപ്പൊ അങ്ങനെ മാവേലി ഈ തവണ ഇങ്ങോട്ട് വരുമ്പോ ഒരു സംശയം. എന്താ സംശയം എന്ന് പറയുമ്പോ, ഇവിടെ ഒരു മന്ത്രി ഉണ്ടായിരിക്കണമെന്ന് കേട്ടു. ആരാണ്? ജോസ് എറ്റയിലാണ് മന്ത്രി മഹാൻ. എന്നാൽ അങ്ങനെ ആദ്യമായിട്ട് പോയി കാണാം എന്ന് വിചാരിച്ചപ്പോ അവിടെ ചെന്നിട്ട് ചില ഭവന്മാര് നമ്മളെ പറഞ്ഞു. എന്താ കാരണം? എന്താ പന്നിന്ന് മാവേലിയുടെ മൊത്തം നോക്കി. ആ അങ്ങനെ പറഞ്ഞതാണ് പന്നിന്ന്. പ്രിയമുള്ളവരെ, പന്നിയൊന്നുമല്ല, പന്നി പനിയാണ് പറയാൻ മന്ത്രിക്ക്. ആ ഇവിടെ ചെന്ന പന്നിയുടെ സംഗതി കിട്ടൂല, മനസ്സിലായി. അപ്പൊ അങ്ങനെയൊക്കെ മന്ത്രിനെ കിട്ടിയിരിക്കണോ എന്ന് കേട്ടു. വളരെ സന്തോഷം. അങ്കമാലിയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ സന്തോഷത്തിന്റെ ദിവസങ്ങളായിരിക്കട്ടെ ഇനി എന്ന് ഞാൻ ആശംസിക്കുകയാണ്. രാജാവായിട്ടുള്ള എന്നോട് അദ്ദേഹം ഇതുവരെ അഭിപ്രായം ചോദിച്ചില്ല, ചോദിക്കാൻ ഇരുന്നതായിരിക്കും. അപ്പോഴാണ് പനി അദ്ദേഹത്തിനെ പിടിച്ചത്. എന്തായാലും ഈ ആഘോഷവേളകളൊക്കെ നിങ്ങൾ ഇങ്ങനെ ആഘോഷമാക്കുക. പിന്നെ ഉണ്ടെങ്കിൽ നമ്മൾ വരുന്ന വഴിയിൽ കുറെ പോലീസ് ഭടന്മാർ നമ്മളെ പറഞ്ഞത് വീട്ടിൽ ചോദിച്ചു. ഈ എത്ര ആകൃതിയിലുള്ളൊരു കത്തി എന്നെ കാണിച്ചു. ആദ്യത്തെ ചോദിച്ചു ഏക്കാമോ എന്ന് ചോദിച്ചു. ഏക്കാമോന്ന് കുറ്റനെ ഏക്കാമോ എന്ന് ചോദിച്ചിട്ട് എത്ര ആകൃതിയിലുള്ള കത്തി കഴിഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ വിചാരിച്ച ആളല്ല ഞാൻ ഈ കേസിലേക്കുള്ള പരിപാടി ഇപ്പൊ ഇല്ല. അങ്ങനെ നമ്മളെ കൂടെ ദുര്യോഗം വന്നിട്ടില്ല. ഞാനിങ്ങനെ പാതാളത്തിൽ നിന്ന് വരണയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഉണ്ട് അവർക്ക് ഞാൻ വരുമ്പോ ഈ സഹായന്മാരെ പിടിച്ചിട്ടില്ല. ആരെയാ ആരെയാ ആരോ ആരോ പറഞ്ഞേ ഇങ്ങനെ വരിക ഇങ്ങനെ വരിക. ആ പറഞ്ഞ ആരെങ്കിലും വരിക ഇങ്ങനെ വരിക ഇങ്ങനെ വരിക. പറഞ്ഞ ആള് പ്രവീണാണ്. പ്രവീണ് മുടന്നുള്ളതുകൊണ്ട് എന്തായാലും മാവേലിക്ക് സന്തോഷമായി. പരസ്യപ്പെട്ട ആളുകളെ കുറിച്ച് ഓർമ്മയുണ്ടല്ലോ. ഓംപ്രകാശിന് നല്ല പരിചയം.
എന്തായാലും ഓംപ്രകാശ് ഇതിന്റെ കേസ് ഏക്കാമോ എന്നോട് ചോദിക്കുന്നുണ്ടായി പോലീസുകാർ. ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്കിങ്ങനെ വയസ്സന്മാരുടെ അല്ല വയസ്സന്മാരുടെ പരിപാടിക്ക് പോകണം എന്നുണ്ട്.